ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് എന്ന സിനിമയെക്കുറിച്ചാണ് ഇന്ന് റിവ്യൂ പറയുന്നത്. ഈ സിനിമ നമ്മൾ ഡയറക്റ്റ് ചെയ്തത് നമ്മളെ ഗൗതം വാസുദേവ് മേനോൻ. അദ്ദേഹത്തിന്റെ ആദ്യ സിനിമ സംവിധാനമാണ്. അതുപോലെ ഈ സിനിമ എഴുതിയത് സ്റ്റോറി ബൈ നീരജ് രാജനാണ്. അതുപോലെ മമ്മൂക്കയെ കൂടാതെ ഗോകുൽ സുരേഷ് ആദ്യാവസാനം അദ്ദേഹത്തിന്റെ കൂടെ തന്നെ നിൽക്കുന്ന ഒരു സിനിമയാണിത്. എനിക്ക് തോന്നുന്നു ഗോകുൽ സുരേഷിന് ഇത്രയും പ്രധാനപ്പെട്ട റോള് വേറെ സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയില്ല. ലേന ഒരു ചെറിയ റോളിൽ വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ സുഷ്മിത ഭട്ട്, ഒരു ഹിന്ദി നടിയെന്ന് തോന്നുന്നു, അവര് ഒരു പ്രധാന റോള് ചെയ്യുന്നുണ്ട്, നന്ദിത എന്ന് പറഞ്ഞ ക്യാരക്ടർ. അതുപോലെ മീനാക്ഷി ഉണ്ണികൃഷ്ണൻ, വിനീത്, നമ്മുടെ പഴയ വിനീത് ചെറിയ റോള് വരുന്നുണ്ട്. സിദ്ദിഖ് വരുന്നുണ്ട്. സിദ്ദിഖ് ചെറിയ റോളാണ്. വിജയ് ബാബു ചെറിയ റോള്. ഷൈൻ ടോം ചാക്കോയുടെ ചെറിയ ക്ലിപ്പുകളൊക്കെ ഇടയ്ക്ക് കാണിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പ്രധാനമായിട്ട് നമ്മുടെ മമ്മൂക്ക, അതുപോലെ ഗോകുൽ സുരേഷ്, പിന്നെ വിജയ് വിഘ്നേഷ് എന്ന് പറഞ്ഞ നമ്മുടെ ഒരു വിജയ് വെങ്കടേഷ് ആണ് തോന്നുന്നു, ഒരു കുറച്ച് പ്രായം ചെയ്യുന്ന ഒരു അമ്മ അഭിനയിക്കുന്നുണ്ട്. പിന്നെ നന്ദിതയുടെ ഈ ഒരു ക്യാരക്ടർ. മമ്മൂക്ക ഡൊമിനിക് എന്ന് പറഞ്ഞ ഒരു പോലീസ് ആയിരുന്നു. ഇപ്പോൾ ഒരു എന്താ പറയുക, പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസി നടത്തുവാണ്. അപ്പോൾ സഹായത്തിന് വേണ്ടി വരികയാണ് നമ്മുടെ ഗോകുൽ സുരേഷ്, അദ്ദേഹത്തിന് സഹായത്തിന് വേണ്ടി. നമുക്ക് ആസ് യൂഷ്വൽ കുറച്ച് പ്രായമായ ഒരു കഥാപാത്രമാണല്ലോ, ഒരു 10, 50, 55, 60 വയസ്സൊക്കെ തോന്നിക്കുന്ന ഒരു കഥാപാത്രമാണ്. നമുക്ക് ആ ഒരു ബോഡി ലാംഗ്വേജിൽ കുറച്ച് പ്രായമൊക്കെ അറിയാനുണ്ട് നമുക്കിടെ. കാരണം 70-75 വയസ്സായില്ലേ, 73 വയസ്സായില്ലേ. ഇനിയിപ്പോൾ എന്നാലും അദ്ദേഹം അത് ചെയ്തു എന്നുള്ളതാണ്. മമ്മൂട്ടി കമ്പനിയാണ് പ്രൊഡക്ഷൻ ഉള്ളത്. ഗോകുൽ സുരേഷ് കുറച്ച് ഇമ്പ്രൂവ് ആയിട്ട് വരുന്നുണ്ട് ഓരോ സിനിമകളിലും. നമുക്ക് ആസ് യൂഷ്വൽ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിൽ മറ്റൊന്നും പറയാനില്ല. അതായത് തുടക്കം മുതലേ സ്ലോ പേസിലാണ് ഈ പടം പോകുന്നത്. കാരണം നമ്മൾ ത്രില്ലടിച്ച് ഇങ്ങനെ ഇരിക്കുമെന്നൊന്നും നമ്മൾ ഈ സിനിമ പോയിട്ട് അങ്ങനെ വിചാരിച്ച് പോലെ, സാധാരണ ഒരു സിനിമ പോയി കാണുന്ന പോലെ നിങ്ങൾ ഫാമിലി ആയിട്ട് പോയി കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞ് നമുക്ക് വലിയ ആക്ഷനോ കാര്യങ്ങളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, സസ്പെൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. ലാസ്റ്റ് ക്ലൈമാക്സ് അടിപൊളി ട്വിസ്റ്റ് ആയിട്ടുണ്ട്. അത് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റാണ് ലാസ്റ്റ് വന്ന്. പക്ഷെ ട്വിസ്റ്റിന് വേണ്ടി അത്ര നേരം കാത്തിരിക്കണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരു പേഴ്സ് ഒരു ലേഡിയുടെ മിസ്സാകുന്നു. ആ പേഴ്സ് മിസ്സായ ലേഡിയെ കണ്ടുപിടിക്കാൻ ഇവരിങ്ങനെ തരികിട കാര്യങ്ങളൊക്കെ ഇവർക്ക് കേസുകൾ കിട്ടുന്നുള്ളൂ. കാര്യമായിട്ട് കേസുകളൊന്നും കിട്ടുന്നില്ല. വാടക കൊടുക്കാൻ വേണ്ടി പൈസ ഇല്ല, വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട രംഗങ്ങൾ അങ്ങനെയൊക്കെ വരുന്നുണ്ട് ഇതിനകത്ത്. മമ്മൂക്കയുടെ കഥാപാത്രം അത്രയ്ക്ക് ഒരു റിച്ച് ഒന്നും അല്ല ഇതിനകത്ത്, അങ്ങനെയുള്ള കഥാപാത്രമൊന്നുമല്ല. വളരെ സാധാരണ ഒരു കഥാപാത്രം, കേസുകളൊന്നും കിട്ടാതെ. അപ്പോൾ ഒരു കേസ്, ഒരു ലേഡി പറയുന്നു ഇങ്ങനെ ഒരു മിസ്സായിട്ടുണ്ട് ഒരു പേഴ്സ്, അപ്പോൾ ഇതിന്റെ ആളെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് പോകുമ്പോൾ അവിടുന്ന് ഈ മിസ്സായത് ലേഡി മാത്രമാണോ, അതിന്റെ പുറകിലുള്ള ചുരുളുകൾ, മിസ്റ്ററി എന്തൊക്കെയാണെന്നൊക്കെ അറിയാൻ വേണ്ടി നമുക്ക് ഈ പടം ഒന്ന് കണ്ടു നോക്കാവുന്നതാണ്. ഫാമിലി ആയിട്ട് പോയിട്ട് നിങ്ങൾക്ക് ഒരു 1 ടൈം വാച്ചബിൾ ആയിട്ട് വലിയ പ്രതീക്ഷയൊന്നും ആയിട്ട് പോകരുത്, ചുമ്മാ ഒന്ന് പോയിരുന്ന് കണ്ടു നോക്കാം എന്ന് പറയാം. OTT-യിലൊക്കെ വലിയ സംഭവങ്ങളൊക്കെ വരുമ്പോൾ ഒരു സസ്പെൻസ് ഇല്ലാത്ത, ഒരു ലാസ്റ്റ് വന്നിട്ടുള്ള ഒരു ക്ലൈമാക്സ് സസ്പെൻസ് ഒക്കെ വന്നിട്ടുള്ള ഒരു പടം എന്ന് മാത്രം വിചാരിച്ച് നിങ്ങൾക്ക് പോവാം. വലിയ വമ്പൻ ഹൈപ്പോടെ ഒന്നും ഇറങ്ങിയിട്ടില്ല ഈ പടം. ഈ പടത്തിന്റെ കഥ എഴുതിയത് നീരജ് രാജനാണ്. അതുപോലെ ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനൊന്നും വലിയ റോളൊന്നുമില്ല, കാര്യമായിട്ടൊന്നും റോളൊന്നുമില്ല. പിന്നെ ആദ്യത്തെ ഒരു സോങ് ഉണ്ട്, ഒരു ന്യൂ ജനറേഷൻ സോങ് പോലെ എനിക്ക് തോന്നി. നമ്മുടെ ഗോകുൽ സുരേഷിനൊക്കെ ഇതിനകത്ത് പ്രധാനമായിട്ട് ആ ഒരു റോള് ചെയ്ത്. ആസ് യൂഷ്വൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പോയിരുന്ന് ഒന്ന് ഫാമിലി ആയിട്ടൊന്ന് എൻജോയ് ചെയ്ത്, എന്നാൽ കുറച്ച് സസ്പെൻസ് ഒക്കെ ലാസ്റ്റ് ഒക്കെ വന്നിട്ടുള്ളൊരു പടം, മമ്മൂട്ടിയുടെ ഒരു സിനിമ നിങ്ങൾക്ക് കാണണമെങ്കിൽ തീർച്ചയായിട്ടും പോയിരുന്ന് കാണാവുന്നതാണ്. ഓക്കെ, നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.